എന്റെ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സംശയം ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ച, അതിനെ തുടർന്നുള്ള 2 കൂടിക്കാഴ്ചകൾ കൂടി ശ്രീ ജ്യോതികുമാർ ചമക്കാല, PV അൻവറും പ്രതിപക്ഷ നേതാവും വിളിച്ചു പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇതിൽ അന്വേഷണം വേണമെന്ന് സർക്കാരിന് തോന്നില്ലായിരുന്നു അല്ലെ? ഇവിടെ RSS നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് സംവദിച്ചത് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സംവദിക്കുമ്പോൾ അദ്ദേഹം 2020 കഴിഞ്ഞ മാസം ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുവരെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ അതുകൂടെ നമുക്കങ്ങ് അന്വേഷിച്ച് കളയാം എന്ന് LDF യോഗത്തിൽ പറഞ്ഞതായി നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. RSS നേതാവിനെ കണ്ട അന്ന് തന്നെ അല്ലെ തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മുൻവശം വന്നപ്പോൾ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ? എന്തിനാ പോയതെന്ന് അന്വേഷിച്ചിരുന്നോ? എവിടെയാണ് പോയതെന്ന് അന്വേഷിച്ചിരുന്നോ? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷിച്ചിരുന്നോ? അന്വേഷിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. പിന്നെ പലപ്പോഴും ചർച്ചകൾ വന്നിരിക്കുമ്പോൾ ശ്രീ സുരേഷ് പറയുന്നൊരു വാചകമുണ്ട്, നിരോധിച്ച സംഘടനയൊന്നും അല്ലല്ലോ RSSൻ്റെ നേതാക്കന്മാരെ കാണുന്നതിന് എന്തിനാ ബുദ്ധിമുട്ട് എന്ന് സുരേഷ് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇന്ന് വസീഫിൻ്റെ വായിൽ നിന്ന് വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വേണമെങ്കിൽ മാധുവിനൊന്നുകൂടെ റീപ്ലേ ചെയ്യാം. ഇവിടെ വസീഫ് ചോദിക്കുന്നു, RSS നിരോധിച്ച സംഘടനയൊന്നും അല്ലല്ലോ, അത് കാണുന്നതിന് എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന കൗതുകം മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലല്ല, ഞാൻ താങ്കൾ ഒന്നിലധികം എന്തിന്റെ പേരിലായാലും അല്ലല്ല കട്ട് ചെയ്യുന്നോ പേസ്റ്റ് ചെയ്യുന്നോ അല്ല പ്രശ്നം. ഒന്നിലധികം തവണ ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോ ഞങ്ങൾ എല്ലാ വശവും പരിശോധിക്കും. RSSുമായി ആരും കൂട്ടുകൂടരുത് എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇവിടെ ഈ ആരോപണം മാത്രമല്ല, എല്ലാ ആരോപണവും പരിശോധിക്കും എന്നുള്ളതാ. അതൊക്കെ താങ്കൾ പറഞ്ഞോളൂ. ഞാനെന്താ പറഞ്ഞത്? പറഞ്ഞു കഴിഞ്ഞല്ലോ ശ്രീ വസീഫ്, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ അത് മാത്രം കട്ട് ചെയ്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും സംഘടനാപരമായും ഒരാളും കാണരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഓരോ വ്യക്തികൾ ഓരോരുത്തരെ പോയി കാണുന്നതിന്റെ നിലപാടല്ല. അതിന്റെ സംസാരിക്കരുത്. ഞാൻ താങ്കളുടെ വായിൽ നിന്ന് ഒന്നിലധികം തവണ, കൃത്യമായി പറഞ്ഞാൽ 2 തവണ ഇതേ വാചകം താങ്കൾ ഈ ചർച്ചയിൽ ആവർത്തിച്ചു. RSS നിരോധിക്കപ്പെട്ട പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ ഭാഗം മാത്രം അടർത്തിയെടുത്ത് പറയാൻ പാടുണ്ടോ? അത് ഈ ചർച്ച അങ്ങനെയുണ്ടോ? അത് ഈ ചർച്ച കഴിഞ്ഞിട്ട് താങ്കൾ ഒന്ന് കേട്ട് നോക്കിയാൽ മതി, അപ്പോൾ ബുദ്ധിപ്പെടും. ഏതായാലും അവിടെ നിൽക്കട്ടെ. അപ്പോ കേട്ടോളൂ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പൂർണ്ണമായിട്ടും മാധു ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിൽ സെന്റൻസ് എടുത്ത് നിങ്ങൾ അങ്ങ് ഉപയോഗിക്കുക. താങ്കൾ വളരെ അത് ശരിയല്ല. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തിക്കൊള്ളുന്നേ. പക്ഷെ പറഞ്ഞതാണ്. ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞു നിയമത്തെ വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ഒക്കെ. ഈ നിയമത്ത് ഞങ്ങൾ പുറകിൽ പോയപ്പോഴാണ് BJP ജയിച്ചത്. ശരിയാണ്. അന്ന് ശ്രീ ചാരുപാറ രവിയും അതിനുശേഷം ശ്രീ വി സുരേന്ദ്രൻപിള്ളയും ഒക്കെ മത്സരിച്ചപ്പോഴും ഒക്കെയാണ് ഒരിക്കൽ ജയിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ വീണ്ടും തോൽക്കുന്നത് ശ്രീ K മുരളീധരൻ അവിടെ ഒന്ന് മത്സരം കാഴ്ചവെച്ചപ്പോഴാണ്. അത് താങ്കൾ മറക്കരുത്. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തിരിച്ചു പിടിച്ചു. അതാണോ ശരി വസീഫെ? താങ്കൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? വസ്തുതകളെ ഒരു ഭാഗത്ത് തോൽക്കുമ്പോൾ, അതായത് BJP ജയിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ വീഴ്ച, BJP തോൽക്കുമ്പോൾ അത് നിങ്ങളുടെ വിജയം. അതെങ്ങനെ ശരിയാവുക വസീഫെ? ഇനി ഞാനും ചോദിക്കട്ടെ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എത്രയോ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താണ്. എത്രയോ തവണകളായി. പാലക്കാട് ശക്തമായ മത്സരം നടന്നു കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ 3-ാം സ്ഥാനത്തല്ലേ? അല്ലേ? അതുപോലെ നിരവധി നിയോജക മണ്ഡലങ്ങളില്ലേ? അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP നിരവധി മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ഇപ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റ മണ്ഡലത്തിലേ 2-ാം സ്ഥാനത്ത് വന്നുള്ളൂ. ആ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്ത് പോയത് നിങ്ങളാണ്. അതും മറക്കരുത് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ. ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ താങ്കൾ ഈ RSS ബാന്ധവത്തെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. ഞാൻ അപ്പോഴും ചോദിച്ചു, 77-ൽ കൂത്തുപറമ്പിൽ നിന്ന് ശ്രീ പിണറായി പ്രശ്നമുണ്ട്. തൃശ്ശൂരിൽ നിങ്ങൾക്കാണ് 80,000-ൽ പരം വോട്ട് നഷ്ടപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ DCCയിൽ കയ്യാങ്കളി വരെ നടന്നു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ് അവിടെ BJP ജയിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പൊ നോക്കൂ അതിന് ആത്യന്തികമായ ജനാധിപത്യ പാർട്ടിയാണെന്നേ. ഞങ്ങൾ കുറച്ച് ജനാധിപത്യം കൂടുതലാണെന്നേ. കുറച്ച് കൂടുതലാണ്, ഒരു തർക്കവുമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അടി നടക്കുന്നല്ലേ? ജനാധിപത്യം കൂടുതലുള്ളതുകൊണ്ട് അടി നടക്കും. അടി നടന്നോട്ടെ. പക്ഷേ തീവ്രത കൂടിയ പീഡനവും തീവ്രത കുറഞ്ഞ പീഡനവും ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് എന്തായി ജ്യോതി? ഞങ്ങളുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും അതെ, പീഡനം നടത്താത്ത ആളുകള് ഇപ്പോഴും MLA പുറത്താക്കാതെ നിർത്തുകയല്ലേ നിങ്ങള്?
നിങ്ങളുടെ ഒരു MLA അറസ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന് പൂമാലയിട്ട് സ്വീകരിച്ച് നിങ്ങൾ അതിന്റെ പീഡനത്തെ കുറിച്ച് വലിയ സംസാരം നടത്തി. അതിക്രമം എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്കുമാകാം എന്ന നിലപാട് സ്വീകരിക്കുന്ന കാര്യമല്ല. ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല മാധു, അത് പറഞ്ഞു പോകണം. പീഡനം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി റിമാൻഡായി തിരിച്ചു വന്നപ്പോ ജ്യോതിയുടെ പാർട്ടി കോൺഗ്രസ്സുകാർ പോയി പീഡനം നടത്തിയ MLAക്ക് സ്വീകരണം കൊടുത്തു. എന്നിട്ട് അവര് ഞങ്ങളെ പീഡനത്തെ കുറിച്ച് പഠിപ്പിക്കുക. എന്തൊരു കഷ്ടാണ് എന്റെ ജ്യോതി ചേട്ടാ, ഇവരൊന്നും പറയല്ലേ. മറ്റൊരു MLA എൽദോസ് കുന്നപ്പള്ളി മറന്നോയോ നിങ്ങള്? ഇതൊക്കെ നിങ്ങളെടുത്ത, ഞാനതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, ഞാനതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. പീഡനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ കോൺഗ്രസുകാരുടെ പീഡനത്തെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറാണ്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. പോലീസ് ഇവിടെ നിയമപരമായി കേസും അറസ്റ്റും റിമാൻഡും നടന്ന കേസിനെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. എന്നിട്ട് എന്തും പറഞ്ഞു പോവുകയാണോ ഇങ്ങനെ ഒരു ചർച്ചയിൽ? അത് ശരിയല്ലല്ലോ. നിങ്ങൾ എല്ലാ ചർച്ചയിലും ഇങ്ങനെയാ ഓവർ ഞാൻ സംസാരിക്കുമ്പോ ഞാൻ ഒറ്റ അക്ഷരം മിണ്ടില്ല. വസീഫെ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ഞാൻ പറയുന്നത് കേൾക്ക്. ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന MLA ആരെന്നറിയാമോ? M. മുകേഷ്. ഏറ്റവും അവസാനം നമ്മൾ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുകേഷിന്റെ വിഷയമാണെന്നേ. ഏറ്റവും അവസാനം ഇനി നമ്മൾ RSS ബാന്ധവത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. 77 ബാന്ധവത്തെ കുറിച്ച് ഞാൻ താങ്കളോട് ചോദിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ എന്ന്. അന്ന് പാലക്കാട് മത്സരിക്കുന്നത് ടി ശിവദാസ് മേനോൻ മത്സരിക്കുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്നത് LK അദ്വാനിയും KG മാരാറും ഉൾപ്പെടെ. സംശയം ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് വേണ്ട, താങ്കളുടെ അക്കാദമിക് ഇൻട്രസ്റ്റ് ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. C. അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. വസ്തുതകൾ വെച്ച് നമുക്ക് സംസാരിക്കാം. C. അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗത്തെ കുറിച്ചുള്ള പുസ്തകം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. RSSനെ നിരോധിക്കുമ്പോൾ, ഈ രാജ്യത്ത് RSSനെ നിരോധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് EMS പ്രതികൂലമായ നിലപാട്, അതായത് നിരോധിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് നിയമസഭയിൽ C. അച്യുത മേനോൻ പറഞ്ഞൊരു വാചകം മാത്രം ഞാൻ വായിക്കാം. സർ, RSSനെ പറ്റി പറഞ്ഞു, RSSനെ ശക്തിയായി എതിർക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു. എതിർക്കുന്നു എന്ന് പറയുന്നത് ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുന്നതിനെ എന്തിനാണ് അദ്ദേഹം എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു പാർട്ടിയിലായിരുന്ന കാലത്ത് വളരെ കാലമായി തുടർച്ചയായി നാഷണൽ കൗൺസിലും പാർട്ടി കമ്മിറ്റികളിലും ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് RSS എന്ന അർദ്ധ ഫാസിസ്റ്റ് സംഘടനയെ നിരോധിക്കണമെന്ന്. ഇന്ന് അദ്ദേഹം അവിടെ നിന്നും മാറിയിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞത് C. അച്യുത മേനോൻ. പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? EMSനെ കുറിച്ച്. അപ്പോൾ RSSനെ നിരോധിക്കുന്നതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു നിരോധിച്ച സംഘടനയല്ലെന്ന്. ഇത് തന്നെയാണ് EMSൽ തുടങ്ങി വസീഫിലെത്തി നിൽക്കുക. RSSനെ 3 പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. വസ്തുതയാണ് ഈ രാജ്യത്ത്. അപ്പോ RSSുമായിട്ടുള്ള ബാന്ധവത്തെ സംബന്ധിച്ച് EMS മുതൽ ഇന്നിപ്പോ പിണറായി വിജയൻ വരെ എത്തി നിൽക്കുന്നു. നിങ്ങളുടെ ബാന്ധവം, രഹസ്യ ബാന്ധവം. അതെ, പിണറായി വിജയൻ ഉൾപ്പെടെ, താങ്കൾ ഉൾപ്പെടെ, ഏറ്റവും അവസാനം താങ്കൾ ഉൾപ്പെടെ എത്തി നിൽക്കുന്നു. RSSുമായിട്ടുള്ള ബാന്ധവത്തെ സംബന്ധിച്ചുള്ള